ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് വ്യക്തമാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താൽപര്യക്കുറവും ഉണ്ടായിരുന്നില്ല. പലരും മൊഴി നൽകിയത് രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കും എന്ന് ഉറപ്പു നൽകിയതുകൊണ്ടാണ്. റിപ്പോർട്ടിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും. കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന് പറയുന്നത് തെറ്റാണെന്നും മന്ത്രി. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കമ്മിറ്റിയുടെ മുമ്പിൽ പലരും വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഉറപ്പിലാണ്. സങ്കുചിത രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വലുതും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത്? ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് ഇക്കാര്യത്തിലുള്ളൂ എന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. സമഗ്രമായൊരു നയം, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു നയമുണ്ടാവണം. അത് ആ കമ്മിറ്റിയുടെ തന്നെ ശുപാർശയാണ്. ആ നയം ആവിഷ്കരിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്.